ഓണക്കാലമാണ്. കോഴിക്കോട് കോർപ്പറേഷൻ സ്റ്റേഡിയത്തിലാണ്. വലിയ ഫുട്ബോൾ ആരാധകരെ നമുക്കൊരു വശത്ത് കാണാം. ഓണവും ഫുട്ബോളും തമ്മിൽ എന്താണ് ബന്ധം അല്ലേ? ഓണവും ഫുട്ബോളും സിനിമയും തമ്മിൽ ബന്ധപ്പെടുന്ന ഒരു കാര്യം സംസാരിക്കാനാണ് നമ്മൾ വന്നിരിക്കുന്നത്. നമുക്കൊപ്പം ആസിഫ് അലി ചേരുകയാണ്. ഹായ് ആസിഫ്, ഇത് തീർത്തിട്ട് ഇപ്പൊ വരാം. അതെ, ഒരു മിനിറ്റ്. അപ്പം ആസിഫ്, ഓണക്കാലമാണ്. കണ്ണൂരാണെങ്കിൽ ഇതുവരെ 2 കളി കളിച്ചു, 2ലും തോറ്റിട്ടില്ല, പരാജയപ്പെട്ടിട്ടില്ല. മാത്രമല്ല ആസിഫിനെ സംബന്ധിച്ചിടത്തോളം കിഷ്കിന്ധാകാന്തം ഗംഭീര വിജയമായി പോവുകയാണ്. അപ്പം പരാജയങ്ങൾ അറിയാത്ത ഒരു ഓണക്കാലമാണ്, ഇതൊരു സ്പെഷ്യൽ ഓണക്കാലമാണ് ആസിഫ്. സിനിമകൾ ഇപ്പൊ എനിക്ക് ഓണമായാലും ഏത് ആഘോഷം ഏത് ഫെസ്റ്റിവൽ ആയാലും എൻ്റെ ആഘോഷത്തിന്റെ ഏറ്റവും വലിയ ഫാക്ടറുകളിൽ ഒന്ന് സിനിമയാണ്. അത് ചെറുപ്പം മുതലേ അത് തിയേറ്ററിൽ പോയി സിനിമ കാണുക എന്നുള്ളതാണ് എൻ്റെ ഒരു ഫേവറേറ്റ് സെലിബ്രേഷൻ തന്നെ. അപ്പം എൻ്റെ സിനിമകൾ, ഞാൻ സിനിമയിൽ അഭിനയിക്കാൻ തുടങ്ങിയതിന് ശേഷം എൻ്റെ സിനിമകൾ ഫെസ്റ്റിവൽ റിലീസായിട്ട് വരുമ്പോൾ എനിക്ക് ഭയങ്കര എക്സൈറ്റ്മെൻ്റ് ഉണ്ട്. പക്ഷെ ആ കാറ്റഗറിയിൽ ആ എക്സൈറ്റ്മെൻറ്റ് വന്ന സിനിമകളിൽ എല്ലാ കോളവും ടിക്ക് ചെയ്തൊരു സിനിമയാണ് കിഷ്കിന്ധാകാന്ഡം. കാര്യം ഒരു പ്യുവർലി ഒരു ഫാമിലി എൻ്റർടൈനറായിട്ട് തുടങ്ങുന്ന ഒരു സിനിമ ഒരു ത്രില്ലറായി മാറുന്നു. ഓഡിയൻസ് ഇതുവരെ കാണാത്ത രീതിയിലുള്ള ഒരു സിനിമ എന്ന് കണ്ടിറങ്ങിയ എല്ലാവരും പറയുന്നു. വലിയൊരു ഓണത്തിന് കിട്ടാവുന്ന ഏറ്റവും വലിയൊരു സമ്മാനമാണ്, സന്തോഷമാണ്. ഓക്കെ, അത് ഞാൻ സിനിമയിലേക്ക് ഡീറ്റെയിൽ ആയിട്ട് വരാം. അതിനു മുൻപ് കണ്ണൂർ വാരിയേഴ്സ് അല്ലേ, തൊടുപുഴക്കാരൻ ആസിഫ് അലി അങ്ങനെ കണ്ണൂരിന്റെ നേതാവായി വരുന്നു. കണ്ണൂരിന് വേണ്ടി ഇത്ര വലിയ ആൾക്കാർ എങ്ങനെയാണ് ആസിഫ്? സ്വാഭാവികം നമുക്കറിയാം, ആസിഫിന്റെ ഭാര്യയുടെ വീട് കണ്ണൂരാണ്. അത് മാത്രമാവില്ല, കാരണം കണ്ണൂരിനോടുള്ള ഒരു ഇഷ്ടം ആസിഫിന്റെ മനസ്സിലുണ്ട്. മൊത്തത്തിൽ മലബാറിനോടുള്ള ഒരു ഇഷ്ടമുണ്ട്. അങ്ങനെയാണ് ശരിക്കും കണ്ണൂർ എത്തിയതും കല്യാണം കഴിച്ചതും എല്ലാം. എനിക്ക് ഒരുപാട് നല്ല സുഹൃത്തുക്കൾ മലബാറിൽ നിന്നുണ്ട്, പ്രത്യേകിച്ച് കോഴിക്കോട് നിന്ന്. എൻ്റെ ഏറ്റവും അടുത്ത സുഹൃത്തുക്കൾ പലരും കോഴിക്കോട് നിന്നാണ്. അപ്പോൾ അങ്ങനെ, കാരണം ഞാനൊരു തൊടുപുഴക്കാരനാണ്, ഒരു ഇടുക്കിക്കാരനാണ്. ഞാൻ എൻ്റെ സ്കൂള് കോളേജൊക്കെ കഴിഞ്ഞപ്പോഴാണ് ഞാൻ ട്രാവൽ ചെയ്ത് എനിക്ക് ഇത്രയും ഫ്രണ്ട്സൊക്കെ ആവാൻ തുടങ്ങിയത്. അപ്പോൾ അങ്ങനെ ഒരു ആഗ്രഹം വന്നു. അങ്ങനെ ഒരു കല്യാണം കഴിയുന്ന സമയത്ത് കണ്ണൂരുകാരോട് ഒരു പ്രത്യേക അടുപ്പം ഉണ്ടായിരുന്നു. പിന്നെ പെട്ടെന്നാണ് ഈ ഫുട്ബോൾ ക്ലബ്ബ് എന്നുള്ള ഒരു എക്സൈറ്റ്മെൻറ്റ് വരുന്നത്. അപ്പോൾ എനിക്കിത് ഇതൊരു കണ്ണൂർ തമ്മിലുള്ള കൊച്ചി തമ്മിലുള്ള ഒന്നേക്കാളൊക്കെ ഉപരി ഇവിടുത്തെ നമ്മുടെ ഫുട്ബോൾ കൾച്ചറിൻ്റെ ഒരു ഫ്യൂച്ചറിന് ഭയങ്കരമായ ഒരു അഡ്വാൻറ്റേജ് അല്ലെങ്കിൽ ഒരു വലിയ സ്റ്റെപ്പായിരിക്കും ഈ ലീഗ് എന്ന് എനിക്ക് തോന്നി. അപ്പോൾ എന്നെ കൊണ്ട് ചെയ്യാൻ പറ്റുന്നത് ഇത് സപ്പോർട്ട് ചെയ്തുകൊണ്ടാണെങ്കിൽ, ഇതിൻ്റെ കളികൾ കാണാൻ വന്നുകൊണ്ടാണെങ്കിലും, ഇതുപോലെ യങ്സ്റ്റേഴ്സിൻ്റെ ഒരു വലിയ വൈബ് ഫീൽ ചെയ്തുകൊണ്ടാണെങ്കിലും ഒക്കെ താങ്ക് യു, ഐ ലവ് യു. അതാണ് ആസിഫ് അലി. അപ്പൊ ഗാലറിയിൽ നിന്ന് വലിയ ആരവം ഓരോ ഗോളിന് കിട്ടുന്നത് പോലെ ആസിഫിന്റെ പുതിയ സിനിമ കിഷ്കിന്ധാകാന്ഡത്തിനും കിട്ടുകയാണ്. നമ്മൾ ഇതിൽ നടന്നു വരും. വലിയ സന്തോഷമുള്ള ഒരു കാഴ്ചയാണ്. ആസിഫ്, ഈ പറഞ്ഞതുപോലെ സൂപ്പർ ലീഗ് കേരള, നമ്മൾ ഇതിന്റെ തുടക്കം മുതൽ ഞങ്ങളും വളരെ ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന ഒരു ഫുട്ബോൾ ടൂർണമെന്റ് ആണ്. എത്രമാത്രം നമ്മുടെ ചെറുപ്പക്കാർക്ക്, ഇപ്പൊ കണ്ണൂർ ടീമിലൊക്കെ ഇന്ന് 23 വയസ്സിൽ താഴെയുള്ള താരങ്ങൾ കളിക്കുന്നു. വിദേശ താരങ്ങൾക്കൊപ്പം നമ്മുടെ താരങ്ങൾ കളിക്കുമ്പോൾ അവർക്ക് കിട്ടുന്ന ഒരു ഗുണം എന്താണ്? ഇത് എത്രമാത്രം ഇന്ത്യൻ ഫുട്ബോളിന് ഒരു വലിയ മാറ്റം കൊണ്ടുവരാൻ സാധിക്കും? ശരി, നമ്മൾ ഇപ്പോൾ ഇതിൻ്റെ റിലേറ്റഡ് ആയിട്ടുള്ള എല്ലായിടത്തും ഞാൻ പറഞ്ഞൊരു കാര്യമാണ്. നമ്മൾ ഇത്രയും കോടി ജനങ്ങളുള്ള ഒരു ഇന്ത്യയിൽ നിന്ന് നമുക്കൊരു ഫുട്ബോൾ ടീം വേൾഡ് കപ്പ് അല്ലെങ്കിൽ ഒരു വേൾഡ് കപ്പ് ക്വാളിഫയിങ് ആയിട്ടുള്ള ഒരു ടീം നമുക്ക് ഇപ്പോഴും അല്ലേ ഒരു വലിയ ചലഞ്ചായിട്ട് തന്നെ നിൽക്കുന്ന ഒരു സമയമാണ്. അപ്പം ഇങ്ങനെ ഒരു ഇനീഷ്യേറ്റീവിൽ നിന്നായിരിക്കാം ചിലപ്പോൾ ഇതിൻ്റെ ഒരു വലിയ സ്റ്റെപ്പ്, അല്ലെങ്കിൽ ഫുട്ബോൾ ഫ്യൂച്ചറായിട്ട് സ്വപ്നം കാണാൻ ധൈര്യം കൊടുക്കുന്ന ഒരു സ്റ്റെപ്പ് അത് സംഭവിക്കുന്നത് ചിലപ്പോൾ ഈ ഒരു ഇനിഷ്യേറ്റീവിൽ നിന്നായിരിക്കും എന്നുള്ളൊരു പ്രതീക്ഷ എനിക്കുണ്ട്. കാര്യം നമുക്കൊരു പ്രൊഫഷനായിട്ട് ഫുട്ബോളിനെ കാണാനും നമ്മൾ പാഷനേറ്റ് ആയിട്ട് ഇപ്പോൾ നമ്മുടെ കൾച്ചർ അറിയാമല്ലോ, ഫുട്ബോളിനോട് നമുക്കുള്ള ഭ്രാന്ത് എന്താണെന്ന് അറിയാം. അപ്പോൾ അത് നമ്മുടെ നാട്ടിൽ വളർന്നു വരുന്ന കുട്ടികൾക്കും ഏറ്റവും അനുയോജ്യമായ രീതിയിൽ ഒരു ഡെവലപ്മെന്റ് ഉണ്ടാവുമെന്ന് എനിക്ക് ഈ ലീഗിലൂടെ വിശ്വാസമുണ്ട്. മലപ്പുറമായിട്ടൊരു കളി മലപ്പുറത്ത് വരുമ്പോൾ അതെങ്ങനെയായിരിക്കും ആസിഫ്? എങ്ങനെയാണ് അതൊരു ഡ്രീം മൊമെന്റ് ആയിരിക്കും അത്. ആ ഫുട്ബോൾ, ഞാൻ അങ്ങനെ ഒരു ഭയങ്കര ഹ്യൂജ് ഫുട്ബോൾ ഫാനൊന്നും അല്ലായിരുന്നു. ഞാനും ഈ ലീഗിലൂടെയാണ്, അല്ലെങ്കിൽ വേൾഡ് കപ്പ് മാച്ചസ് മാത്രം കാണുന്നത്. വേൾഡ് കപ്പ് ഒരു സീസണൽ ഫാൻഷിപ്പ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ എനിക്ക്. പക്ഷേ ഫുട്ബോളിനെ കൂടുതൽ അറിയുക എന്നുള്ളത് തന്നെയാണ് ഈ ലീഗിന്റെ ഭാഗമാകുമ്പോൾ എൻ്റെ ഒരു വലിയ ആഗ്രഹവും. ഇന്നിപ്പം നമ്മള് ഫോഴ്സ കൊച്ചിയെ നമ്മള് സമനിലയിൽ തളച്ചു, അല്ലെങ്കിൽ സമനിലയിൽ കൂട്ടി. അപ്പം ഇന്നിപ്പോ പൃഥ്വിരാജിന് അത്തപ്പം വിളിക്കുകയാണെങ്കിൽ നമ്മൾ എന്താ പറയാ? എനിക്ക് ഇൻഫാക്ട് ഭയങ്കര രണ്ടുപേരും, ഇപ്പം രാജേട്ടനും സുപ്രിയ ചേച്ചിയും രണ്ടുപേരും എന്നെ ഇന്ന് സിനിമയെ പറ്റി മെസ്സേജ് അയച്ചു. അവർ രണ്ടുപേരും അതിന്റെ റിവ്യൂസ് എല്ലാം കാണുന്നുണ്ട് എന്ന് പറഞ്ഞിട്ട് മെസ്സേജ് അയച്ചു. അപ്പോൾ അത് തന്നെ ഒരു വലിയ
സന്തോഷമായിരുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞു ഇങ്ങനെ ഞാൻ കൊച്ചിയുടെ മാച്ച് കാണാൻ പോകുന്നുണ്ട്. അപ്പോൾ ഞങ്ങൾ ഫസ്റ്റ് കൊച്ചിയുടെ മാച്ച് കൊച്ചിയിൽ വെച്ച് നടന്ന സമയത്ത് ഞാൻ പോയിരുന്നു. ഇപ്പോൾ ഒരു 3 മാച്ചായിട്ട് ഞാനെല്ലാം കാണാൻ വരുന്നുണ്ട്. അപ്പോൾ ഇവർക്ക് എല്ലാവർക്കും ഉള്ളൊരു ഒരു ഐഡിയ ഇത് തന്നെയാണ്. ഇതൊരു നമ്മളൊരു ഡിസ്ട്രിക്ട് വൈസ് ഉള്ള വാറിനേക്കാൾ ഫുട്ബോളിനൊരു ഫ്യൂച്ചർ ഉള്ള സാധ്യത വലുതാക്കുക എന്നുള്ളത് തന്നെയാണ്. അപ്പോൾ അവരും ഇതിന് ഈക്വലി കാണുന്നത്. ഗാലറിയിലേക്ക് ആളുകൾ ഇങ്ങനെ ഇരച്ചെത്താൻ എന്താണ് നമ്മൾ ഇനി ചെയ്യേണ്ടത്? കാരണം നമുക്കറിയാം സെവൻസ് ഫുട്ബോൾ നടക്കുന്ന സമയത്ത് മലപ്പുറത്ത് നടക്കുന്ന ആവേശം നമുക്കറിയാം, കോഴിക്കോട്ട് നടക്കുന്ന ആവേശം, കണ്ണൂർ നമ്മൾ പ്രത്യേകിച്ച് പറയേണ്ടതില്ല. വി പി സത്യൻ്റെ നാട് ഉൾപ്പെടെ വലിയ പ്രതിഭാധനരായ കളിക്കാരുള്ളൊരു കാര്യമാണ്. പക്ഷെ ആളുകൾ ഈ ഗാലറി നിറഞ്ഞു കാണുന്ന, കവിഞ്ഞു കാണുന്ന മത്സരങ്ങൾ വരാൻ സ്വാഭാവികമായും നമ്മൾ അതിലേക്ക് എത്തും. അതിലൊരു സ്റ്റെപ്പാണെന്ന് വിചാരിക്കാം. എന്താണ് കാണികളോട് പറയാനുള്ളത്? സൈജു കുറുപ്പിന്റെ പരസ്യത്തിൽ കണ്ടില്ല കയറി വാടാ സ്റ്റേഡിയത്തിലേക്ക് എന്ന് പറഞ്ഞതുപോലെ ഇത് ശരിക്കും ഒരു ഫസ്റ്റ് സീസൺ ആണ്. എനിക്ക് തോന്നുന്നു ഓരോ മാച്ച് കഴിയുന്നതോറും ആളുകൾ ഇതിന്റെ ഒരു TV വ്യൂവർഷിപ്പ് കൂടി വരുന്നുണ്ട്. ഇനി ഇവൻച്വലി ഇത് ഗ്രൗണ്ടിലേക്ക് ആളുകൾ കൂടി വരും എന്നുള്ളൊരു പ്രതീക്ഷ കൂടി എനിക്കുണ്ട്. പിന്നെ നമുക്കറിയാം ഇപ്പോൾ ഒരു ഓണം സീസണാണ്, നമ്മുടെ നാട്ടിൽ ഏറ്റവും തിരക്കുള്ള സമയമാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും സ്റ്റേഡിയത്തിലുള്ള ഒരു അറ്റൻഡൻസിന് അതിൻ്റെതായ ലിമിറ്റേഷൻസ് ഉണ്ട്. പക്ഷേ ഇതിനൊരു ഫോളോയിങ് നല്ല രീതിയിൽ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ആളുകളുടെ ഭാഗത്തുനിന്ന്. ക്രിക്കറ്റ് കളിക്കുന്നത് കണ്ടിട്ടുണ്ട്. യെസ്, അമ്മ കേരള സ്ട്രൈക്കേഴ്സിന് വേണ്ടി കളിച്ചിട്ടുണ്ട്. ഞാൻ മനസ്സിലാക്കി ഞാനും ഇടയ്ക്ക് നിങ്ങളുടെ നെറ്റ്സിൽ വന്ന് പന്തറിയാനൊക്കെ കൊച്ചി കല്ലൂരിൽ വന്നിട്ടുണ്ട്. അപ്പോൾ ക്രിക്കറ്റ് കളിക്കുന്നവരാണ്. പക്ഷെ ഫുട്ബോൾ ഇങ്ങനെ ഉള്ളിൽ കൊണ്ട് നടക്കണം നമുക്കറിയാം. ജീവിതത്തിൽ ഓരോന്നും നമ്മൾ പഠിക്കണമല്ലോ. നമ്മൾക്ക് അറിയാൻ പാടില്ലാത്ത ഒന്നും ഇല്ലെന്ന് പറയരുതാരും. അപ്പൊ ഇത് ഫുട്ബോൾ പഠിക്കാനുള്ള ഒരു അവസരമായിട്ട് ആർക്കൊരു പ്രത്യേക സ്നേഹം കൂടി അതിനുശേഷം കണ്ണൂർ ടീമിനെ അങ്ങ് എടുത്തപ്പോൾ അറിയില്ല. എനിക്ക് എപ്പോഴും ആ നാട്ടിലെ ആളുകൾ എന്നെ പുയ്യാപ്പിളയെന്ന് വിളിക്കുന്നതിനോടുള്ള ആ ഒരു സ്നേഹം എനിക്ക് എപ്പോഴും ഉണ്ട്. എപ്പോഴും ഞാൻ പറയും, നമ്മൾ പ്രത്യേകിച്ച് മലബാറിൽ ട്രാവൽ ചെയ്യുമ്പോൾ പല സമയത്തും നമ്മൾ കാണുന്ന ആളുകൾ നമ്മളെ നോക്കി വെറുതെ ചിരിക്കുന്ന കാണുമ്പോൾ നമുക്ക് ഇവരെ എവിടെയോ പരിചയമുണ്ടെന്ന് തോന്നും. അത്രയും സ്നേഹമുള്ള ആളുകളാണ്, പോരാളികളാണ് കണ്ണൂർ. അതാണ് വാരിയേഴ്സ് എന്ന് പറയുന്നത്. കണ്ണൂർ വാരിയേഴ്സ് വലിയ മികച്ച തുടക്കം അവർക്ക് ഇതിൽ ലഭിക്കും. ഞാൻ ആസിഫിനെ സ്വാഭാവികമായ സിനിമയിലേക്ക് പോകണം. അതിനപ്പുറത്ത് ആസിഫ് ഓണക്കാലമാണ്. ഓണമായി നമ്മൾ ഓണത്തിന്റെ ഒരു ഫീൽ. ഞാനാണെങ്കിൽ ഓഫീസിൽ ഫുട്ബോൾ പ്ലെയറിനെ പോലെ തോറ്റു വന്നിരിക്കുക വടംവലിയിൽ. അപ്പം ഓണക്കാലമാണ്. ഈ ഓണക്കാലം നമ്മൾ പറഞ്ഞ പോലെ വളരെ സ്പെഷ്യലാണ്. അതോടൊപ്പം നമുക്ക് വലിയ സങ്കടങ്ങളുള്ള വയനാട് പോലുള്ള ദുരന്തങ്ങൾ നടന്ന ഒരു ഓണക്കാലം കൂടിയാണ്. അപ്പൊ നമ്മൾ എല്ലാത്തിനും അതിജീവിച്ച് വരുന്ന ഒരു മൊമെന്റ് ആണ്. ഈ ഓണക്കാലം എങ്ങനെയാണ് ആസിഫിന് എങ്ങനെയാണ് സ്പെഷ്യൽ? ഓണാഘോഷങ്ങൾ എപ്പോഴും എനിക്ക് തോന്നുന്നു സ്കൂളിലായിരിക്കും കുറെ കൂടെ. വീട്ടിൽ എനിക്ക് അങ്ങനെ നമ്മൾ സദ്യ കഴിക്കാൻ പോവാണെങ്കിലോ സദ്യ കഴിക്കുക അങ്ങനെ ഒരു ചെറിയ മാത്രമായിരുന്നു തൊടുപുഴയിലുണ്ടായിരുന്നു എൻ്റെ സ്കൂൾ ടൈമിൽ. പിന്നെയും കോളേജിലേക്ക് വരുമ്പോഴാണല്ലോ നമ്മൾ ഇതിൻ്റെ ഒരു സാധ്യത മനസ്സിലാക്കുന്നത്. ഒരു കോളേജിൽ ഒരു ഓണാഘോഷം സംഘടിപ്പിക്കുന്നതിൻ്റെ സാധ്യതകൾ ഒരുപാടുണ്ട്, പ്രത്യേകിച്ച് ആൺകുട്ടികൾക്ക്. അപ്പോൾ അതെല്ലാ രീതിയിലും ആസ്വദിച്ച ഒരാളാണ് ഞാൻ. എഗെയിൻ തിരിച്ച് സിനിമയിൽ വന്നു കഴിഞ്ഞപ്പോൾ ആഘോഷത്തിൻ്റെ വലിപ്പം ഒന്നും കൂടെ കൂടി. ഒരുപാട് പേരായിട്ട് ഓണാഘോഷങ്ങൾക്ക് പങ്കെടുക്കാൻ പറ്റുന്നുണ്ട്. ഒരുപാട് സ്ഥലങ്ങളിൽ അതിഥിയായിട്ട് വിളിക്കുന്നുണ്ട്. അപ്പോൾ ഒരുപാട് പേരുടെ സ്നേഹം നേരിട്ട് അറിയാൻ പറ്റും. അപ്പോൾ ആഘോഷങ്ങളെല്ലാം വലുതായത് സിനിമയിൽ വന്നതിന് ശേഷമാണ്. ലൊക്കേഷനിൽ ആഘോഷിക്കാറുണ്ട്. ഇപ്പോൾ വീട്ടിൽ സ്ഥിരമായിട്ട് സുഹൃത്തുക്കളും ഫാമിലിയുമായിട്ടുള്ള ഒരു വലിയ ഗ്രൂപ്പായിട്ട് ആഘോഷിക്കാറുണ്ട്. എല്ലാം ഇനി ഓണം മാത്രമല്ല, എന്താണെങ്കിലും ഞാൻ ആഘോഷിക്കും. അതിലേക്ക് വരാം. ഞാൻ ആ സിനിമ കണ്ടു. ഞാൻ മനസ്സിലാക്കിയെടുത്തോളം ആസിഫ് അലി അതിൽ അഭിനയിച്ചിട്ടില്ല എന്നാണ്. ആസിഫ് അലി അങ്ങ് ജീവിക്കുകയാണ്. ഓരോ സമയത്തും ഓരോ ഷോട്ടിലും ഈ മനുഷ്യന്റെ കണ്ണിലൂടെ വരുന്ന മാറ്റങ്ങൾ നമുക്കിങ്ങനെ കണ്ടിരിക്കാൻ തോന്നും. നമ്മളിങ്ങനെ ഒരു ചായ ഇങ്ങനെ അരിച്ചരിച്ച് ഫൈനായിട്ട് നമ്മളൊരു നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അസാധ്യമായ ഒരു അഭിനയമാണ്. ഞാൻ ഈ അഭിനയം എന്ന് പറയുന്നത് നമുക്ക് അഭിനയത്തിൽ മനസ്സിലാവും. നിങ്ങളെ കഥാപാത്രം ആ വീടിന്റെ സമീപത്തും ആ കാട്ടിനകത്തൊക്കെ ഞങ്ങൾ ആരൊക്കെ ഉണ്ടായിപ്പോയി എന്ന് തോന്നുന്നു. എങ്ങനെയാണ് കിഷ്കിന്ധാകാന്ഡം? കിഷ്കിന്ധാകാന്ഡം എനിക്ക് നോക്കാൻ എനിക്ക് ഗൂസ് ബംസ് തോന്നുന്നു ആ ചോദ്യത്തിൽ. കിട്ടൂല. എനിക്ക് ഞാൻ കൊത്തെന്ന് പറഞ്ഞ സിനിമ ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പയ്യന്നൂരായിരുന്നു എൻ്റെ ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുക. ബാഹുൽ ഇതിൻ്റെ DOP റൈറ്റർ, അദ്ദേഹം പയ്യന്നൂരുകാരനാണ്. അപ്പോൾ മൂപ്പർ എന്നെ വിളിച്ചിട്ട് ഒരു ദിവസം പറഞ്ഞു, ആസിക്ക ഞാൻ പയ്യന്നൂരുണ്ട്, ഞാൻ കോവിഡ് ടൈമിൽ ഇരുന്നൊരു സ്ക്രിപ്റ്റ് വർക്ക് ചെയ്തു, 7 ദിവസം കൊണ്ട് എഴുതിയൊരു സ്ക്രിപ്റ്റ് ആണെന്ന് പറഞ്ഞു. അപ്പോൾ ഈ ഡീറ്റെയിലും കുട്ടേട്ടനാണ് എൻ്റെ അടുത്ത് പറയുന്നത്. ശരിക്കും ഇത് 7 ദിവസം കൊണ്ടാണ് ഞാൻ വർക്ക് ചെയ്തതെന്നാണ് നമ്മുടെ അടുത്ത് പറഞ്ഞത്. പക്ഷേ ഈ സ്ക്രിപ്റ്റ് ഞാൻ കേട്ട് കഴിഞ്ഞപ്പോൾ എനിക്ക് ഭയങ്കര എക്സൈറ്റ്മെൻറ്റ് തോന്നുന്നു. എനിക്കിതൊരു തിയേറ്റർ ഓടുന്ന പടമാണോ, ആളുകൾക്ക് എല്ലാവർക്കും ഇത് വർക്കാവുമെന്നൊന്നും അറിയില്ല. പക്ഷേ എനിക്കിത് ഭയങ്കരമായിട്ട് വർക്കായി. എനിക്കിങ്ങനെയും ഇതിനു മുന്നേയും എക്സ്പീരിയൻസ് ഉണ്ടായിട്ടുണ്ട്. നമുക്ക് എക്സൈറ്റ്മെൻറ്റ് ഉണ്ടാകുന്ന ചില സബ്ജക്റ്റുകൾ വർക്കാവാതെ വരും, ചിലത് ഹെഡ് ഓഫ് ടൈം ആണെന്ന് പറഞ്ഞ് മാറി നിൽക്കപ്പെടും, പിന്നെ ആളുകൾ സംസാരിക്കപ്പെടും. അപ്പോൾ അങ്ങനെയൊക്കെ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് പുതിയ സബ്ജക്റ്റുകളോടും പുതിയ സിനിമകളോടും ഉള്ളൊരു എക്സൈറ്റ്മെൻ്റ് ഉണ്ട്. നമുക്ക് സിനിമ ചെയ്ത് വന്നതിൻ്റെ ആയിരിക്കും.
അപ്പോൾ ഇത് വന്ന് എൻ്റെ അടുത്ത് പറഞ്ഞു തുടങ്ങി ഫുൾ സ്ക്രിപ്റ്റ് കേട്ടിട്ട് ഞാൻ പറഞ്ഞു ഇതിൽ നമുക്ക് ചെയ്യാം, എന്തായാലും ചെയ്യാം. കാര്യം ഇത് നമുക്കൊരു ഫസ്റ്റ് നറേറ്റീവിൽ വരുമ്പോൾ ഇത് എൻ്റെ സ്ക്രീൻ സ്പേസ് കുറവാണോ എന്നൊക്കെ ഉള്ളൊരു സംശയം വരും എന്നൊക്കെ ഇവർക്ക് പേടിയുണ്ടായിരുന്നു. പക്ഷേ ഞാൻ ഇതിനൊരു സിനിമയായിട്ടാണ് കേട്ടത്. ഞാൻ അതിനെ വേറൊരു വേർഷനിൽ കൂടെ പറഞ്ഞോട്ടെ. കിരീടം സിനിമയിലെ മോഹൻലാലും തിലകൻ സാറും രണ്ട് പേര് നമുക്കറിയാം മത്സരിച്ച് അഭിനയിക്കുകയായിരുന്നു. ഒരു പക്ഷേ ഈ സിനിമയിൽ ഞാൻ കണ്ടൊരു കാര്യം അതാണ് കേട്ടോ. ശ്രീ വിജയരാഘവനും താങ്കളും മത്സരിച്ച് അങ്ങ് അഭിനയിക്കുകയായിരുന്നു. ഒരു അച്ഛനും മോനും തമ്മിലുള്ള ബന്ധം നമ്മളിങ്ങനെ ഞങ്ങൾ പിടിച്ചു നിർത്തുവാണ് നമ്മളെ. എങ്ങനെ അദ്ദേഹത്തോട് ശരിക്കും ആ സ്ക്രിപ്റ്റിലുള്ള നമ്മുടെ ഒരു എന്താ പറയുക ഒരു ഹോപ്പ് തന്നെയായിരുന്നു. കാര്യം അത് അത്രയും കോൺഫിഡൻസ് നമുക്ക് തരുന്നുണ്ടായിരുന്നു. അപ്പം അതൊരു എങ്ങനെയായിരുന്നു ആ ഒരു കെമിസ്ട്രി? അത് ശരിക്കും ഞാൻ കൂട്ടുകാരനുമായിട്ട് ശരിക്കും ഒരു അച്ഛൻ മകൻ കെമിസ്ട്രി ഉണ്ടാക്കാനായിരുന്നു ഞങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടായിരുന്നത്. കാര്യം ഞങ്ങൾ നല്ല സുഹൃത്തുക്കളാണ്. പ്രായം കൊണ്ടും സീനിയോറിറ്റി കൊണ്ടും അദ്ദേഹം എന്നേക്കാൾ ഒരുപാട് മുന്നിലാണെങ്കിലും അദ്ദേഹം എനിക്ക് തരുന്ന ഒരു കെയറിംഗ് ഉണ്ട്. അത് ഞാൻ സിനിമയിൽ അദ്ദേഹത്തിനെ പരിചയപ്പെട്ട നാൾ മുതൽ ഞാൻ ആസ്വദിക്കുന്നതാണ്. അപ്പോൾ അത് ശരിക്കും നമുക്ക് ഇരുന്ന് നമ്മുടെ ഓരോ സംസാരത്തിലും ഓരോ വർത്തമാനത്തിലും നമുക്ക് ഈ സിനിമയെ പറ്റി മാത്രമായിരുന്നു ഉണ്ടായിരുന്നത്. അപ്പോൾ അതിൽ നിന്നാണ് ആ കെമിസ്ട്രി വർക്ക് ആയതും ഈ സിനിമയ്ക്ക് കാണുന്ന ഒരു കൺവിൻഷൻ വന്നതും. സാധാരണ നമ്മൾ ഈ ഓണക്കാലത്തെ സിനിമകള് പാട്ടുകളൊക്കെ നമുക്കറിയാലോ, അടിപൊളി പാട്ടുകൾ, ജഗപൊക സിനിമ, ഭയങ്കര ഹീറോയിസ് ഒക്കെയാണ്. പക്ഷേ ഇതിനേക്കാൾ അപ്പുറത്തെ സിനിമ എന്ന് പറയുന്നത് നമ്മളങ്ങ് പിടിച്ചിരുത്താൻ പറ്റുന്ന കെൽപ്പുള്ള ഒരു വലിയ സിനിമയാണ്. ഇത് ശരിക്കും എൻ്റെ മനസ്സിൽ ഇതൊരു ഫെസ്റ്റിവൽ റിലീസിന് സാധ്യതയുള്ള സിനിമയായിട്ട് എനിക്ക് ഒരിക്കലും തോന്നിയിട്ടില്ല. ഞാൻ ഇതിൻ്റെ ഫൈനൽ ഔട്ട് കണ്ടപ്പോൾ പോലും ഞാൻ പറഞ്ഞില്ലേ വളരെ നല്ല സിനിമകളെ ഇഷ്ടപ്പെടുന്ന ഒരു പർട്ടിക്കുലർ ആളുകൾക്ക് മാത്രം ഇഷ്ടപ്പെട്ടേക്കാവുന്ന ഒരു സിനിമയായിട്ടാണ് എനിക്ക് ആദ്യം തോന്നിയിരുന്നത്. പക്ഷേ ഈ സിനിമ ഒരു ഫെസ്റ്റിവൽ സ്പേസിൽ കൊണ്ടിറക്കണമെന്ന് തീരുമാനിച്ചത് ഇതിൻ്റെ പ്രൊഡ്യൂസർ ജോബി ജോർജാണ്. അദ്ദേഹത്തിന് ആ കാര്യം എപ്പോഴും നമ്മൾ ഇത്തരത്തിലുള്ളൊരു സിനിമ വരുമ്പോൾ നമ്മളൊരു സേഫ് ആയിട്ടുള്ള ഒരു ലോഞ്ചിന് അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു ലാൻഡിങ്ങിനാണ് ശ്രമിക്കുക. പക്ഷേ ഇദ്ദേഹത്തിന് ഈ സിനിമ കണ്ടു കഴിഞ്ഞുണ്ടായ കോൺഫിഡൻസ് എന്നാണ് ഇത് ഓണത്തിന് റിലീസ് ചെയ്യണം എന്ന് പറയുന്നത്. അപ്പോൾ അതൊരു അദ്ദേഹത്തിൻ്റെ വലിയൊരു കോളായിരുന്നു അത്. പക്ഷേ ഈ പറയുന്ന പോലെ ഒരു ഓണം റിലീസുകളുടെ ഇടയിൽ പ്രേക്ഷകർക്ക് ഇത്രയും അഭിപ്രായം നേടാൻ പറ്റുകയും അവർ ഇത് മൊത്തം ഒരു ഓണം റിലീസുകളുടെ ലിസ്റ്റിലേക്ക് കൊണ്ടുവന്ന് ടോപ്പ് 1 കൊണ്ടുവരും എന്നൊക്കെ ഉള്ളത് എനിക്ക് ഭയങ്കര പുതിയതായിരുന്നു. ഓക്കെ, നമ്മൾ നിൽക്കുന്നത് കോഴിക്കോട് കോർപ്പറേഷൻ സ്റ്റേഡിയത്തിലാണ്. നമ്മൾ പറഞ്ഞു ഒട്ടനവധി നല്ല മുഹൂർത്തങ്ങൾ ഫുട്ബോളിനൊക്കെ സമ്മാനിച്ച മൈതാനമാണ്. അപ്പം വലിയ സന്തോഷത്തിൻ്റെ ഒരു സമയത്തിലൂടെയാണ് കടന്നു പോകുന്നത്. എന്നാലും നിലവിലെ മലയാള സിനിമയുടെ ഒരു അവസ്ഥ ആസിഫിന് അറിയാം. ആളുകൾ നിങ്ങൾ മടിക്കാതെ തിയേറ്ററിലേക്ക് കയറി ഇങ്ങ് പോരൂ എന്ന് പറയാനുള്ള ഒരു ധൈര്യം മലയാള സിനിമയ്ക്ക് ഈ ഘട്ടത്തിൽ. സിനിമ ആളുകൾക്ക് എൻ്റർടൈൻമെൻറ്റിന് വേണ്ടിയുള്ള ഒരു ഫാക്ടർ മാത്രമാണ്. അത് നമ്മൾ അങ്ങനെ മനസ്സിലാക്കണം. സിനിമയുടെ ഉള്ളിൽ എന്ത് പ്രശ്നം നടന്നാലും സിനിമ ചെയ്യുന്ന ആളുകളും അതിൻ്റെ ഏത് മേഖലയിൽ എന്ത് പ്രശ്നം ഉണ്ടായാലും സാധാരണക്കാരൻ സിനിമ കാണാൻ വരുന്നത് എൻ്റർടൈൻമെൻറ്റിന് വേണ്ടിയാണ്. ആ എൻ്റർടൈൻമെൻറ്റ് കൊടുക്കാൻ പറ്റുവാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ഓപ്ഷൻ നമ്പർ 1 എൻ്റർടൈൻമെൻറ്റിനെ പറ്റി നമ്മൾ ചിന്തിക്കുമ്പോൾ നമ്മുടെ ഓപ്ഷൻ നമ്പർ 1 സിനിമ തന്നെയാണ്. അപ്പോൾ അത് ഫാമിലിയായിട്ട് പോയി ഇരുന്ന് കാണാൻ പറ്റുന്ന നല്ല സിനിമകൾ ഇറങ്ങുകയാണെന്നുണ്ടെങ്കിൽ ഈ സിനിമയിലുണ്ടാകുന്ന പ്രശ്നങ്ങളോ സിനിമാക്കാർക്കുണ്ടാകുന്ന പ്രശ്നങ്ങളോ ഒന്നും സാധാരണക്കാരൻ്റെ ഒരാവശ്യമില്ല കേൾക്കേണ്ടതോ ഡിസ്കസ് ചെയ്യപ്പെടേണ്ടതോ. ഒരു നല്ല സിനിമ മാത്രമായിരുന്നു നമുക്ക് വേണ്ടിയിരുന്നത് പ്രേക്ഷകരെ തിരിച്ചു. കാര്യം പ്രത്യേകിച്ച് ഈ വർഷത്തിനെ പറ്റി പറയുമ്പോൾ ഈ ജനറേഷനിൽ ഏറ്റവും നല്ല വർഷമായിരുന്നു. നമുക്ക് കിട്ടിയ ആദ്യത്തെ സിനിമ മുതൽ 200 കോടി പടം ആദ്യത്തെ മലയാള സിനിമയിൽ വരുന്നു. ഇറങ്ങിയ എല്ലാ സിനിമകൾക്കും പല ജോണറിലുള്ള സിനിമകൾ, അന്യഭാഷക്കാർ അസൂയയോടെ മലയാള സിനിമയിൽ വരുന്ന ജോണറുകളെ പറ്റി സംസാരിക്കുന്നു എന്നൊക്കെ പറയുന്നതിൽ നിന്നാണ് നമുക്കൊരു വലിയ ഒരു പ്രശ്നത്തിൽ നമ്മൾ ഫേസ് ചെയ്തത്. തിരിച്ച് ഓണത്തിന് നമ്മൾ അടുത്ത ഗിയറിൽ വന്നു തിയേറ്ററിലേക്ക്. യെസ്, ഉറപ്പായിട്ടും ഈ ഒരു കഴിഞ്ഞു പോയ അല്ലെങ്കിൽ കടന്നു പോകുന്ന സമയം മലയാള സിനിമയിൽ മറ്റു പ്രവർത്തകരുണ്ടല്ലോ, സാങ്കേതിക പ്രവർത്തകർ, അവരെയൊക്കെ വല്ലാതെ പ്രയാസം നോവിച്ചിട്ടുണ്ടോ? അവരെയൊക്കെ ജീവിതത്തെ ഏതെങ്കിലും? പിന്നെ ഉറപ്പായിട്ടും സിനിമയിൽ വർക്ക് ചെയ്യുന്ന ആളുകളെ പല സമയത്തും നമുക്ക് ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ വരുമ്പോൾ സിനിമ എന്ന് പറഞ്ഞൊരു ജോലിയുടെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ അതിൽ പൈസ ഉണ്ടാക്കാൻ വരുന്ന ആളുകൾ തീർച്ചയായിട്ടും ഉണ്ട്, പൈസ വേണമെന്ന്. പക്ഷേ സിനിമയോടുള്ള പാഷൻ കാരണമാണ് ഇപ്പോൾ നമ്മൾ ലൊക്കേഷനിൽ ടീം മാസ്റ്റർ മുതൽ യൂണിറ്റ് മുതൽ ക്രെയിൻ മുതൽ സിനിമയുടെ ഏത് മേഖല, മേക്കപ്പ് ആയിക്കോട്ടെ, അവരോടൊക്കെ ചോദിച്ചോ നിങ്ങൾ. അവർക്ക് തീർച്ചയായിട്ടും വീട്ടിലേക്കുള്ള വരുമാനം ഇതിൽ നിന്നുണ്ട്, അവർ കുടുംബം നോക്കുന്നത് ഇങ്ങനെയാണ്. പക്ഷെ അവർക്കൊക്കെ സിനിമയോട് ഒരു പാഷനുണ്ട്. അങ്ങനെ പാഷനുള്ള എല്ലാവർക്കും ഒരു വിഷമമായിട്ടുണ്ട്. നിലവിലുള്ള സാഹചര്യം മാറണം, നമുക്ക് പഴയ ഒരു കരുത്തോടു കൂടി തന്നെ നമുക്ക് തിരിച്ചു വരാൻ പറ്റണം. അത് ഈ ഓണക്കാലത്തോടു കൂടി കഴിയും എന്നാണ് വിചാരിക്കുന്നത്. ഓക്കെ, അപ്പം ആസിഫ് അലി വലിയ സന്തോഷത്തിന്റെ ഓണക്കാലത്തിലാണ് കടന്നു പോകുന്നത്. പന്തുണ്ട്, പടമുണ്ട്, പൊളി അല്ലെ, പൂക്കളമുണ്ട്. അങ്ങനെയാണ് ആസിഫിന്റെ ഓണം. അപ്പൊ ആസിഫിന് നമ്മുടെ മീഡിയ വണ്ണിന്റെ പ്രേക്ഷകരോട് എന്താണ് പറയാനുള്ളത്? ഓണമുണ്ട്, കിഷ്കിന്താകാന്ഡമുണ്ട്, ഫുട്ബോൾ ഉണ്ട്, ഇതിൽ ഏതാണ്
തീർച്ചയായിട്ടും നിങ്ങൾ എല്ലാവർക്കും നമ്മുടെ ലൈഫിൽ ഇപ്പം നമ്മൾ വലിയൊരു ആഘോഷം ഈ പ്രാവശ്യം ഓണത്തിന് നമ്മൾ ആരും തയ്യാറായി നിൽക്കുന്നില്ല. കാരണം നമുക്കറിയാം വയനാട് ഉണ്ടായ ഒരു ദുരന്തത്തിനോട് നമ്മൾ അനുഭവിച്ചത് എന്താണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. അതുകൊണ്ട് ഓണാഘോഷം ഭയങ്കര നമ്മൾ സാധാരണ ആഘോഷിക്കുന്ന അത്രയും വലിപ്പത്തിലില്ലെങ്കിൽ പോലും നമുക്ക് എല്ലാവർക്കും മുന്നോട്ട് പോയേ പറ്റുള്ളൂ. നമ്മുടെ ലൈഫുമായിട്ടും നമ്മുടെ ചുറ്റുമുള്ളവരായിട്ടും ചുറ്റുപാടുകളുമായിട്ടും ഒക്കെ പൊരുത്തപ്പെട്ട് മുന്നോട്ട് പോയേ പറ്റുള്ളൂ. അപ്പോൾ വീണ്ടും ഒരു ഓണം വരുന്നു, നമുക്ക് ആഘോഷിക്കേണ്ടതാണ്. ആഘോഷിക്കപ്പെടേണ്ട ആളുകളുണ്ട്, അതുകൊണ്ട് ജീവിതം നയിക്കുന്ന ആളുകളുണ്ട്. അപ്പോൾ എല്ലാ രീതിയിലും സിനിമയും ഓണവും കുടുംബവും ചന്തയും മാർക്കറ്റും എല്ലാം സജീവമാവട്ടെ. എല്ലാവർക്കും സന്തോഷം വരട്ടെ. ഒരു നല്ല സന്തോഷകരമായ ഓണം മീഡിയ വണ്ണിന്റെ പ്രിയ പ്രേക്ഷകർക്ക് ഞാൻ നേരുന്നു. ഹാപ്പി ഓണം. ഹാപ്പി ഓണം. അപ്പോൾ നമ്മൾ അവസാനിപ്പിക്കുകയാണ്. ആസിഫ് അലിയാണ് ഇത്രയും നേരം നമ്മളോട് സംസാരിച്ചത്. കോഴിക്കോട് സ്റ്റേഡിയത്തിന്റെ നടുവിൽ അദ്ദേഹത്തിന്റെ സ്വന്തം ടീം കണ്ണൂർ വാരിയേഴ്സിന്റെ എന്താ പറയാ തോൽവി അറിയാത്ത യാത്രക്കിടയിലാണ് അദ്ദേഹം നമുക്ക് ഒപ്പം ചേരുന്നത്. ഒപ്പം കിഷ്കിന്ദ കാണ്ഡം എന്ന അദ്ദേഹത്തിന്റെ സൂപ്പർ ഹിറ്റ് ചിത്രം, ആ ചിത്രത്തിന്റെ സന്തോഷ വേളയിലുമാണ്. അപ്പം വീണ്ടും നമുക്ക് സന്ധിക്കാം. ഹാപ്പി ഓണം. ഹാപ്പി ഓണം. താങ്ക് യു.